ഈ നാട്ടിൽ ഇതര മതസ്ഥരായ ഒരാണിനും പെണ്ണിനും പരസ്പരം സ്നേഹിക്കാം, പ്രണയിച്ച് വിവാഹം കഴിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പ്രണയത്തിൻ്റെ മറവിലുള്ള ലൈംഗിക ചൂഷണവും മതപരിവർത്തനവും അങ്ങേയറ്റം ചതിയാണ്. ഇതുപോലെ ചതിക്കപ്പെട്ട ഒരു കൂട്ടം പെൺകുട്ടികളുടെ കഥയായിരുന്നു കേരള സ്റ്റോറി എന്ന ചിത്രം. ആ സിനിമയ്ക്ക് സമാനമായൊരു സംഭവമാണ് കോതമംഗലത്തുണ്ടായത്. പ്രണയത്തിൻ്റെ മറവിൽ മതപരിവർത്തനത്തിനുള്ള ശ്രമം. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമായിട്ടും പോലീസ് ആ ആരോപണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചെങ്കിലും കുടുംബം പോലീസിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല. സോന ജീവനൊടുക്കിയ കേസ് എന്നെ അന്വേഷിക്കണമെന്നാണ് അമ്മയുടെ ആവശ്യം. ആൺസുഹൃത്ത് റമീസിനും കുടുംബത്തിനും പുറമേ ഈ പ്രണയച്ചതിക്ക് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എറണാകുളം പാനായിക്കുളം സ്വദേശി റമീസും കോതമംഗലം സ്വദേശിനി സോനയും പ്രണയത്തിലാകുന്നത്. രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ പ്രണയത്തെ അവളുടെ വീട്ടുകാർ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വിവാഹം നടത്താൻ ധാരണയിലെത്തിയതാണ്. അതിനിടെ ഒരു അനാശാസ്യ കേസിൽ റമീസ് പിടിക്കപ്പെട്ടെങ്കിലും സോനയ്ക്ക് കാമുകനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ മതം മാറാൻ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതും ക്രൂരമായി ഉപദ്രവിച്ചതുമാണ് അവളെ തളർത്തിക്കളഞ്ഞത്. സോനയുടെ ആത്മഹത്യയിൽ എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. അതേസമയം അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ റമീസിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് ആവശ്യപ്പെടുന്നത്. മതപരിവർത്തനമാണ് പ്രതിയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇതിൽ വിദേശത്തു നിന്നടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല. അതുകൊണ്ടാണ് എന്നെ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു. അതേസമയം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മതം മാറിയും റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ ഇവർക്കിടയിൽ ഉണ്ടായ തർക്കങ്ങളും സംശയങ്ങളും റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയും പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു. രണ്ടുപേർക്കും ഇടയിൽ ഉടലെടുത്ത തർക്കം മൂലം മതം മാറാൻ തയ്യാറല്ലെന്നും പെൺകുട്ടി നിലപാടെടുത്തു. റമീസിന്റെ വീട്ടുകാരുമായും ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായതായി പറയുന്നു. റമീസിന്റെ അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പെൺകുട്ടിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിലയിരുത്തുന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെയാണ് ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. റമീസിന്റെ ഫോണും മറ്റു രേഖകളും സംഘം പരിശോധിക്കുകയാണ്. ഇയാളുടെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ അവരെ പ്രതി ചേർക്കണമോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇവർക്കെതിരെ പരാമർശങ്ങളുള്ളതിനാൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം റമീസിന്റെ വീട്ടുകാർ നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. ഈ കാര്യങ്ങളിലും പോലീസ് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് 18 കൊച്ചി. വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച് അവിവാഹിതരായ സഹോദരിമാർക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചയാളാണ് കോഴിക്കോട് തടമ്പാട്ടുതാഴത്തെ പ്രമോദ്. എന്നാൽ സഹോദരിമാർക്ക് പ്രായമായതോടെ അവർ അയാൾക്കൊരു ബാധ്യതയായി. അവരെ നോക്കാൻ ഇനി വയ്യെന്നും മടുത്തെന്നും പ്രമോദ് നാട്ടുകാരോട് പലപ്പോഴും പറഞ്ഞതാണ്. ഒടുവിൽ അയാൾ സ്വന്തം സഹോദരിമാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. വയോധികരായ സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രമോദിനെ കണ്ടെത്താൻ പോലീസ് പലയിടത്തും തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടെ അയാളെ തലശ്ശേരി കുയ്യാലിപ്പുഴയുടെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് നഗരത്തിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന 76-കാരി ശ്രീജയ, 66 വയസ്സുള്ള പുഷ്പലളിത എന്നിവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ വെള്ളിയാഴ്ചയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ എം ശ്രീജയെയും പുഷ്പലളിതയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
2 മുറികളിലായി വെള്ളത്തുണി പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടന്നത്. മരിച്ച വയോധികർക്കൊപ്പം കഴിഞ്ഞ 3 വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു സഹോദരനായ പ്രമോദ്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചെന്ന് ഇയാൾ അടുത്ത ബന്ധുവിനെയും സുഹൃത്തിനെയും ഫോൺ വിളിച്ചറിയിച്ചിരുന്നു. ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രമോദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സഹോദരികളുടേത് കൊലപാതകമെന്ന് കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ചാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രമോദിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഫാറൂഖ് പാലത്തിന് സമീപമായിരുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം തലശ്ശേരിയിൽ കണ്ടെത്തിയത്. മരിച്ച 2 സഹോദരിമാരും ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരുന്നു. പ്രമോദിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രീജയ കോവിഡിന് ശേഷം പൂർണ്ണമായി തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. 3 പേരും അവിവാഹിതരായിരുന്നു. ശ്രീജയ ആരോഗ്യ വകുപ്പിൽ നിന്ന് വിരമിച്ചതാണ്. ഇവരുടെ പെൻഷനിലാണ് 3 പേരും ജീവിച്ചിരുന്നത്. പ്രമോദ് ഇലക്ട്രിക്കൽ ജോലികൾക്ക് പുറമെ ലോട്ടറി വിൽപ്പനയും നടത്തിയിരുന്നുവെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിരുന്നതെന്ന് അയൽവാസികൾ മൊഴി നൽകി. രോഗബാധിതരായ സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാവാം പ്രമോദ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരെയും നോക്കാൻ മറ്റാരുമില്ലെന്ന് പ്രമോദ് അയൽവാസികളോട് പറഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹോദരിമാർ എന്ത് ചെയ്യുമെന്ന ചിന്തയും കടുംകൈ ചെയ്യാൻ പ്രമോദിനെ പ്രേരിപ്പിച്ചതായാണ് സൂചന. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ നൂറനാട് 53 വയസ്സുള്ള കാമുകിക്കൊപ്പം ജീവിക്കാൻ 38-കാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. 2018 മെയ്യിലാണ് നൂറനാട് സ്വദേശിനി അമ്പിളിയെ ഭർത്താവ് സുനിൽകുമാർ കാമുകിക്കൊപ്പം ചേർന്ന് മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി കൊന്നത്. ആ കേസിൽ പ്രതികളായ ഭർത്താവിനും കാമുകിക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഭർത്താവ് സുനിൽകുമാർ, കാമുകി ശ്രീലത എന്നിവർ 50,000 രൂപ വീതം പിഴയടക്കണമെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. പത്തനംതിട്ട ചിറ്റാർ സീതാത്തോട് പുത്തൻവിളിയിൽ പരേതനായ കരുണാകരന്റെയും തങ്കമ്മയുടെയും മകൾ അമ്പിളിയാണ് 2018 മെയ് 27 കൊല്ലപ്പെട്ടത്. 38 വയസ്സുള്ള ഭാര്യയെ 43-കാരനായ ഭർത്താവും 53 വയസ്സുള്ള കാമുകിയും ചേർന്ന് മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിക്കൊന്നുവെന്നാണ് കേസ്. 1-ാം പ്രതിയും അമ്പിളിയുടെ ഭർത്താവുമായ പാലമേൽ മറപ്പള്ളി ഉളവുകാട്ട് ആദർശ് ഭവനിൽ സുനിൽകുമാർ, ഇയാളുടെ കാമുകിയും 2-ാം പ്രതിയുമായ പാലമേൽ മറപ്പള്ളി ഉളവുകാട്ട് ശ്രീരാഗ് ഭവനത്തിൽ ശ്രീലത എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. സുനിൽകുമാറിന് ശ്രീലതയ്ക്കൊപ്പം ജീവിക്കാനായിരുന്നു കൊലപാതകം. അമ്പിളിയെ മർദ്ദിച്ച് ബോധം കെടുത്തി വീട്ടിനുള്ളിൽ പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കുകയായിരുന്നു. ശ്രീലതയുടെ പ്രേരണയിലാണ് സുനിൽകുമാർ കൃത്യം നടത്തിയതെന്നും അതിനാൽ 1-2 പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. നൂറനാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന വി ബിജു രജിസ്റ്റർ ചെയ്ത കേസിൽ മാവേലിക്കര ഇൻസ്പെക്ടറായിരുന്ന പി ശ്രീകുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിലെ 1-ാം പ്രതിയെ 302 പ്രകാരം ജീവപര്യന്തം ശിക്ഷയും 50,000 രൂപ കോമ്പൻസേഷനുമാണ് വിധിച്ചിട്ടുള്ളത്. ആ 50,000 രൂപ 25,000 രൂപ വീതം മരണപ്പെട്ട അമ്പിളിയുടെ മക്കൾക്ക് നൽകുന്നതിനും 323 വകുപ്പ് പ്രകാരം ശിക്ഷ ഇല്ല എന്നും കോടതി വിധിച്ചിട്ടുണ്ട്. 2-ാം പ്രതിക്കെതിരെ സെക്ഷൻ IPC 109, 302 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റവും ജീവപര്യന്തം തടവും 50,000 രൂപ നഷ്ടപരിഹാരം. ആ 50,000 രൂപയിൽ 25,000 രൂപ വീതം ഈ മരണപ്പെട്ട അമ്പിളിയുടെ മക്കൾക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. സുനിൽകുമാറിനെതിരെ കൊലപാതകം, മാരകമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ശ്രീലതയ്ക്കെതിരെ കൊലപാതകം, പ്രേരണാകുറ്റം തുടങ്ങിയ വകുപ്പുകളുമാണ് ചുമത്തിയത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ PV സന്തോഷ് കുമാർ ഹാജരായി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിജിൽ സി നായർ, ASI സിന്ധു എന്നിവരാണ് കേസ് നടപടികൾ ഏകോപിപ്പിച്ചത്. ന്യൂസ് 18 മാവേലിക്കര.
ഒരു രോഗമോ രോഗാവസ്ഥയോ ഉണ്ടായാൽ നമ്മളൊക്കെ ആദ്യം സമീപിക്കുന്നത് ഡോക്ടർമാരെയാണല്ലേ. എന്നാൽ ഇക്കാലത്ത് ചികിത്സ വേണ്ട ചില ഡോക്ടർമാരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഞരമ്പ് രോഗമുള്ള ഇവരുടെ അടുത്ത് പെൺകുട്ടികൾക്കോ യുവതികൾക്കോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കോട്ടയം പാലായിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ ഒരു ഡോക്ടറെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ചു പരിശോധിക്കുകയും ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. മുൻ DMOയും 70കാരനുമായ ഡോക്ടർ രാഘവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാല മുരിക്കുംപുഴയിലെ ക്ലിനിക്കിലാണ് അതിക്രമം നടന്നത്. ചികിത്സയ്ക്കെത്തിയ 23കാരിയോട് കൂടുതൽ പരിശോധനയ്ക്കായി വസ്ത്രങ്ങൾ അഴിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. തുടർന്ന് ശരീരഭാഗങ്ങളിൽ ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് പാലാ പോലീസിലെത്തി കുടുംബം പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് 70കാരനായ ഡോക്ടർ രാഘവനെ അറസ്റ്റ് ചെയ്തത്. ആരോഗ്യവകുപ്പിൽ DMO ആയി രാഘവൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡോക്ടർമാരുടെ സംഘടനയുടെ ജില്ലാ ചുമതലയിലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുൻപൊന്നും സമാനമായ പരാതികൾ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. പാലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. ഓൺലൈൻ കവിതയ്ക്ക് പിന്നാലെ വിനായകന്റെ പ്രണയകാവ്യം. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിച്ചത് കവിതയെന്ന് ന്യായീകരിച്ച നടൻ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചതാണ്. എന്നാൽ ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ വിനായകന്റെ അധിക്ഷേപം തുടരുകയാണ്. അങ്ങേയറ്റം മോശമായ രീതിയിൽ ഓഡിയോ സന്ദേശമായിട്ടാണ് വിനായകൻ പുതിയ അശ്ലീല സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലിനി അയാൾ എന്ത് ന്യായവാദമായിരിക്കും ഉയർത്തുക എന്ന് കണ്ടറിയണം. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിനായകനെതിരെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. പലതവണ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയും പൊതുയിടത്ത് നഗ്നത പ്രദർശിപ്പിച്ചും ലഹരിയിൽ അതിക്രമം കാട്ടിയുമെല്ലാം വിവാദത്തിലായ വിനായകൻ വീണ്ടും അധിക്ഷേപങ്ങൾ തുടരുകയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസിനെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചാണ് വിനായകൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത്. അത് സംബന്ധിച്ച വാർത്ത അവതരിപ്പിച്ച ന്യൂസ് 18ലെ മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെ അസഭ്യവർഷം നടത്തിയ വിനായകൻ സൈബർ പോലീസ് ചോദ്യം ചെയ്ത സമയത്താണ് അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചത്. അധിക്ഷേപകരമായി എഴുതിയ അശ്ലീലങ്ങളെല്ലാം കവിതയെന്നായിരുന്നു വിനായകൻ നൽകിയ മൊഴി. യേശുദാസിനെ അധിക്ഷേപിച്ചതിൽ ഗായകരുടെ സംഘടനയായ സമം പരാതി നൽകിയതിനെ തുടർന്നാണ് വിനായകൻ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച് നല്ല പിള്ള ചമഞ്ഞത്. എന്നാൽ നിർത്താൻ ഭാവമില്ല എന്ന് വ്യക്തമാക്കിയാണ് വിനായകന്റെ പുതിയ വോയിസ് നോട്ടുകൾ. അപർണ കുറുപ്പിനെയും മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയെയും കുടുംബത്തെയും അശ്ലീല ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് വോയിസ് നോട്ടുകൾ. എടി അപർണേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ എടി എന്ന് ഞാൻ വിളിക്കുന്നു. അധിക്ഷേപ ഓഡിയോ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചു കൊടുത്തത്. കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജന എത്തി തന്നതാണ്. അവക്കല്ല തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തൻ്റെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും കേട്ടോ, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തൻ്റെ മകൾക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരാണ് എക്സൈസ് വകുപ്പ്. എന്നാൽ മദ്യത്തിനും ലഹരിക്കുമെതിരെ പോരാടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരിൽ എത്ര പേർ ഇത് ഉപയോഗിക്കാത്തവരുണ്ട്? തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ ഒരു ഉദ്യോഗസ്ഥൻ കാട്ടിക്കുട്ടിയ പരാക്രമം എക്സൈസിന് തന്നെ നാണക്കേടായിരിക്കുകയാണ്.
മദ്യലഹരിയിൽ എക്സൈസ് ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. സംഭവത്തിന് പിന്നാലെ വർക്കല എക്സൈസ് ഓഫീസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ ജസീനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നാട്ടിൽ ലഹരി വ്യാപിക്കുന്നത് തടയാനുള്ള നടപടികളുമായി എക്സൈസും പോലീസും മുന്നോട്ടു പോകുന്നതിനിടെയാണ് വർക്കലയിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറുടെ മദ്യലഹരിയിലുള്ള അഴിഞ്ഞാട്ടം. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച പ്രിവെന്റീവ് ഓഫീസർ ജസീൻ ഓഫീസിൽ വെച്ചാണ് എക്സൈസ് ഇൻസ്പെക്ടറെ കയ്യേറ്റം ചെയ്തത്. ലഹരിവേട്ടയ്ക്കായി ഞായറാഴ്ച വൈകിട്ടോടെ മഫ്റ്റിയിൽ പരിശോധനയ്ക്ക് തയ്യാറാകാൻ എക്സൈസ് ഇൻസ്പെക്ടർ സൂര്യനാരായണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സംഘത്തിൽ ഉണ്ടാകേണ്ട ജസീന്റെ മദ്യപാനം എക്സൈസ് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. മദ്യലഹരിയിലായിരുന്ന ജസീൻ സൂര്യനാരായണനുമായി തർക്കിച്ചു. തർക്കം മൂത്തപ്പോൾ ജസീൻ സൂര്യനാരായണനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. മറ്റുദ്യോഗസ്ഥർ ചേർന്ന് ജസീനെ പിടിച്ചുമാറ്റി. സൂര്യനാരായണൻ നൽകിയ പരാതിയിൽ വർക്കല പോലീസ് കേസെടുത്തു. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതിനും എക്സൈസ് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസ് ചാർജ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ജസീന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിഷയം എക്സൈസ് വകുപ്പിന് മുമ്പിൽ പരാതിയായി എത്തിയതിനെ തുടർന്നാണ് വകുപ്പ് തല നടപടിയുണ്ടായത്. പ്രിവെന്റീവ് ഓഫീസർ ജസീനെ തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 വർക്കല. മലയാളത്തിൽ ഇപ്പോഴിറങ്ങുന്ന പല സിനിമകളും കുട്ടികളെയും യുവാക്കളെയും വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവരെ അക്രമത്തിലേക്കും ലഹരിയിലേക്കും വഴിതിരിച്ചു വിടുന്നതും സിനിമകളിലെ ചില ആവേശരംഗങ്ങളാണ്. ഇടുക്കി തൊടുപുഴ വെങ്ങല്ലൂരിൽ വിദ്യാർത്ഥിക്ക് നേരെ സിനിമാ സ്റ്റൈലിൽ ആക്രമണമുണ്ടായി. തൊടുപുഴ പെരുമ്പള്ളിച്ചിറ സ്വദേശി മാഹിൻ ഉബൈസിനെ 8 പേരടങ്ങുന്ന വിദ്യാർത്ഥി കൂട്ടം സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. സഹോദരിയെ പ്രണയിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. ഇന്നലെ ഉച്ചയോടെ തൊടുപുഴയ്ക്ക് സമീപത്തെ വെങ്ങല്ലൂർ ടൗണിലായിരുന്നു സംഭവം. വാഹനവുമായി കടന്നുപോയ പെരുമ്പിള്ളിച്ചിറ സ്വദേശി മാഹിൻ ഉബൈസിനെ 8 പേരടങ്ങുന്ന സംഘം തടഞ്ഞു നിർത്തി. തുടർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണം നടത്തിയവരും മർദ്ദനമേറ്റ മാഹിനും സുഹൃത്തുക്കളായിരുന്നു. ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി. മർദ്ദനമേറ്റ മാഹിൻ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഹെൽമെറ്റും ഇല്ല, അങ്ങോട്ട് കവലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഇവനെ തിരിച്ച് ഈ കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ടുവിട്ട് വെല്ലുവിളിയുടെ ഭാഗത്തായിരുന്നു താമസിക്കുന്നത്. വീട്ടുകാരനെ ആശിക്കുന്നു പറഞ്ഞ അതിന് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഇമാരവിടെ നിൽപ്പുണ്ട്, നീ ഇതിലൂടെ പൊക്കോളാൻ പറഞ്ഞു, വഴി മാറ്റി പറഞ്ഞു വിട്ടു. അവൻ അല്ലെങ്കിൽ അവൻ തൊടുപുഴ കൂടി വെങ്ങല്ലൂർ കൂടി ഇവിടെ 420 കൂടി പോയി കഴിഞ്ഞാൽ ടൗൺ കൂടി പോയാൽ അവൻ രക്ഷപ്പെട്ട് വന്നേനെ. പക്ഷേ ഇവൻ ആ ഇടവഴി പറഞ്ഞു വിട്ടപ്പോൾ ആ ഇടവഴിക്ക് വന്ന് ഇവന്മാർ വന്ന് നിന്ന് ബൈക്ക് വെച്ച് തടഞ്ഞു നിർത്തി. ആ ഇടവഴിയിൽ നിന്ന് ഇവന്മാർ ഇറങ്ങി വന്നു. കുമാരവൻ വഴിക്ക് വന്ന ഫയർ സ്റ്റേഷൻ അവിടെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ തല്ലിയത്. ആക്രമിച്ചത് 10ഓളം പേരുണ്ടായിരുന്ന ഞാൻ പറയണേ. ഒരു ഇവനെ കണ്ടാലറിയാവുന്ന 5-8 പേരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അറിയില്ലാത്തവരാന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ആക്രമിച്ചു. കഴുത്തിനും പെടലിക്കും ചെവിക്കൊക്കെ വേദനയായിട്ട് പോകുന്നത് 2 ദിവസമായിട്ട് അഡ്മിറ്റാണ് ആവശ്യം. മാഹിനും അക്രമി സംഘത്തിലെ പ്രധാനിയുടെ സഹോദരിയും പ്രണയത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുമ്പും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ ആക്രമണം എന്നാണ് പറയുന്നത്. സംഭവത്തിൽ ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വടക്കഞ്ചേരിയിൽ കഞ്ചാവ് ലഹരിയിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടം. ആയക്കാട് പെട്രോൾ പമ്പിലെത്തിയ 3 അംഗ സംഘം പെട്രോൾ അടിക്കാനെത്തിയവരെ ക്രൂരമായി മർദ്ദിച്ചു.
യാതൊരു പ്രകോപനവുമില്ലാതെ കത്തിയും കല്ലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കേസിൽ വടക്കഞ്ചേരി ആമുക്കുളം സ്വദേശി ദിലീപ്, അഞ്ചുമൂർത്തി സ്വദേശികളായ വിജീഷ്, റാഷിദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കേസിലടക്കം പ്രതികളാണ് പിടിയിലായ സംഘം. പാലക്കാട് വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് യുവാക്കൾ ആക്രമണം അഴിച്ചുവിട്ടത്. മയക്കുമരുന്ന് ലഹരിയിലായിരുന്ന പ്രതികൾ അയക്കാട് പെട്രോൾ പമ്പിലെത്തിയപ്പോഴാണ് അവിടെ പെട്രോൾ അടിക്കാൻ കാത്തുനിന്ന യുവാക്കളെ ആക്രമിച്ചത്. പുതുക്കോട് സ്വദേശികളായ ഷിജാദ്, ഷെലീജ്, റിഫാഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണം. തങ്ങൾക്ക് ശേഷം പമ്പിലെത്തിയ അവർ ആദ്യം പെട്രോൾ അടിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ പറഞ്ഞു. കത്തിയും കല്ലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പ്രതികളെ മുൻ പരിചയമില്ലെന്ന് മർദ്ദനമേറ്റവർ പറഞ്ഞു. സമീപത്തെ ബേക്കറിയിലും ഇവർ ആക്രമണം നടത്തി. വടക്കഞ്ചേരി ആമക്കുളം സ്വദേശി ദിലീപ്, അഞ്ചുമൂർത്തി, മംഗലം സ്വദേശികളായ വിജീഷ്, റാഷിദ് എന്നിവരാണ് പിടിയിലായത്. ഇവർ മുൻപ് കഞ്ചാവ് കേസിൽ പ്രതികളായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കടന്നുകളഞ്ഞ ഇവർ ഒളിവിലായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രി പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടി ഉൾപ്പെടെ 8ഓളം പേരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലം. ധർമ്മസ്ഥലയിലെ 13ാം സ്പോട്ട് പോയിന്റിൽ നടക്കുന്ന പരിശോധന അതിനിർണായകമാണ്. അവിടെ SITയുടെ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ തിരച്ചിൽ പൂർത്തിയാകുന്നതോടെ ഇനി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്കും ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭൂമിയിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് നീക്കം. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കാനാണ് SIT തീരുമാനം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ആദ്യഘട്ട പരിശോധന ക്ലൈമാക്സിലേക്ക്. ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയ പോയിന്റ് 13 നിർണായക തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13ാം പോയിന്റ്. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ ഉൾപ്പെടെ 8ഓളം പേരെ ഇവിടെ കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിയുടെ മൊഴി. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന. ഇന്ത്യ പാക് അതിർത്തിയിൽ തുരങ്കം വഴിയുള്ള നുഴഞ്ഞുകയറ്റം കണ്ടെത്താൻ BSF ഉപയോഗിക്കുന്നതിന് സമാനമായ അമേരിക്കൻ നിർമ്മിത GPR ആണ് ധർമ്മസ്ഥലയിൽ എത്തിച്ചിരിക്കുന്നത്. SIT സംഘത്തലവൻ DGP പ്രണബ് മൊഹന്തിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധന. DIG അനുചേത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്ന ഇടങ്ങൾ മാർക്ക് ചെയ്ത് വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. 2 മണിയോടുകൂടിയാണ് ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം പരിശോധനയ്ക്കായി എത്തിയത്. റഡാർ സിഗ്നൽ ലഭിച്ച പ്രദേശം JCB ഉപയോഗിച്ച് കുഴിച്ചു പരിശോധിച്ചു. രഹസ്യ സ്വഭാവത്തിൽ തന്നെയായിരുന്നു 13ാം പോയിന്റിലെയും പരിശോധന. സമീപത്തായുള്ള പ്രാദേശിക റോഡ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സർപ്രൈസ് സ്പോട്ടായ ക്ഷേത്രഭൂമിയിലെ ബാഹുബലി ഹിൽസിലും GPR പരിശോധന ഉണ്ടാകും. അവസാനമായി അടയാളപ്പെടുത്തിയ ഇടത്തുകൂടി പരിശോധന പൂർത്തിയാകുന്നതോടെ കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജൂലൈ 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. ജൂലൈ 4-ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ജൂലൈ 19-നാണ് കർണാടക സർക്കാർ SIT രൂപീകരിച്ചത്. ശുചീകരണ തൊഴിലാളി കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിനെ തുടർന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. പൊളിക്കാൻ കഴിയാത്ത ഏതു വാതിൽ തകർക്കാനും അതിവിദഗ്ധർ, അതിനായി പ്രത്യേക ഉപകരണം. പ്രൊഫഷണൽ കള്ളന്മാർക്കൊപ്പം കവർച്ച പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളുമുണ്ട്. കോട്ടയം മാങ്ങാനത്തെ വില്ലയിൽ നിന്ന് 50 പവൻ സ്വർണം കവർന്ന കേസിൻ്റെ അന്വേഷണത്തിലാണ്
ഉത്തരേന്ത്യൻ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെത്തി അലഞ്ഞു തിരിഞ്ഞു നടന്ന് കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണമുണ്ടായത്. മാങ്ങാനം സ്കൈലൈൻ പാം മെഡോസിലെ 21 നമ്പർ വില്ലയിലാണ് മോഷണം നടന്നത്. 84-കാരിയായ അന്ന തോമസ്, മകൾ സ്നേഹ ബി ഫിലിപ്പ എന്നിവരുടെ സ്വർണമാണ് കവർന്നത്. ഇവർ രാത്രിയിൽ ആശുപത്രിയിൽ പോയ സമയം നോക്കിയായിരുന്നു മോഷണം. ഈ വില കൂടാതെ മറ്റ് 4 ഇടങ്ങളിലും അതേ ദിവസം മോഷണ ശ്രമം നടന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. മോഷ്ടാക്കളുടെ സംഘത്തിൽ 5 പേർ ഉണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ആയുധങ്ങളടക്കം ബാഗ് മോഷ്ടാക്കളുടെ പക്കൽ ഉണ്ടായിരുന്നതായി CCTVയിൽ വ്യക്തമാണ്. പൂട്ട് പൊളിക്കുന്നതിന് അടക്കം പ്രത്യേകതരം ആയുധങ്ങളുണ്ടായിരുന്നു. പോലീസ് നായയ്ക്ക് ഗന്ധം ലഭിക്കാതിരിക്കാൻ പ്രത്യേക സ്പ്രേ മുറിയിൽ അടിച്ചിരുന്നതായും വ്യക്തമായിരുന്നു. വാതിലുകളെല്ലാം തുറക്കുന്നത് സംഘത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പൂട്ട് പൊളിക്കുന്നത് സംബന്ധിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വില്ലയ്ക്ക് പുറമെ ക്ലിനിക്കിൽ നടത്തിയ മോഷണത്തിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി 2 ഇടത്ത് കവർച്ചാശ്രമം. നടക്കാവ് മിനി ബൈപ്പാസിലെ മദ്യവിൽപ്പനശാലയിലെ പൂട്ട് തകർക്കാൻ ശ്രമിച്ചവർ സുരക്ഷാ ജീവനക്കാരെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചാത്തമംഗലം കളൻതോടിലെ ATM കൗണ്ടർ തകർത്ത് പണം കവരാൻ ശ്രമിച്ച അസം സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടി. പുലർച്ചെ 2:30-ഓടെയാണ് മോഷണശ്രമം ഉണ്ടായത്. പുലർച്ചെ 2:30-ഓടെ പട്രോളിംഗ് നടത്തിയ കുന്നമംഗലം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ATM തകർത്ത് പണം അപഹരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത്. പട്രോളിംഗിനിടെ ATM-ന് അടുത്തെത്തിയപ്പോൾ ഷട്ടറിന്റെ പൂട്ട് തുറന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നി കൗണ്ടറിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഉള്ളിൽ നിന്ന് പൂട്ടിയതായി കണ്ടെത്തി. ബലമായി തട്ടിയപ്പോൾ ഷട്ടർ തുറന്നു. മോഷണ ശ്രമമാണ് നടന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും മോഷ്ടാവ് പോലീസിനെ വെട്ടിച്ച് ഓടാൻ ശ്രമിച്ചു. എങ്കിലും അസം സ്വദേശിയായ ബാബുലിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി. പകൽ പെയിന്റിംഗ് ജോലി ചെയ്തു വരുന്ന ഇയാൾ 2 മാസമായി സ്ഥലത്ത് വാടക മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് നടക്കാവ് മിനി ബൈപ്പാസിലുള്ള കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ കവർച്ചാ ശ്രമം നടന്നത്. ഷട്ടറിനോട് ചേർന്ന പൂട്ടിന്റെ ഭാഗത്ത് മറയിട്ട് ഒരാൾ കാവൽ നിൽക്കുകയും മറ്റൊരാൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പൂട്ട് തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ശബ്ദം കേട്ട് സുരക്ഷാ ജീവനക്കാർ എത്തിയതോടെ 2 പേരും ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രി വളപ്പിൽ നിന്ന് ബൈക്ക് മോഷണം പോയ കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. കേസിൽ പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണമെന്നും അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ വച്ചിരുന്ന ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. സ്പാനർ ഉപയോഗിച്ച് ബൈക്കിന്റെ കേബിൾ അഴിച്ചെടുക്കുകയും തുടർന്ന് കള്ളത്താക്കോൽ ഉപയോഗിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് കടന്നു കളയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മോഷണ വിവരം അറിഞ്ഞയുടൻ
പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പ്രതിയുടെ തിരിച്ചറിവിന് ശ്രമം തുടർന്നു. കൊല്ലം കുളപ്പാടം സ്വദേശിയായ യുവാവാണ് മോഷണം നടത്തിയത് എന്ന ചില സൂചനകളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. മുൻപും ഇയാൾ മോഷണക്കേസിൽ പ്രതിയാണ്. മോഷ്ടിക്കുന്ന ബൈക്കുകൾ പൊളിച്ച് വിൽപ്പന നടത്തുകയോ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയോ ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. പോലീസ് പൊതുജനങ്ങളോട് വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന് കൊട്ടിയം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചെന്ന് കരുതിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു. ഇതോടെ വീട്ടുടമ തിരൂർ തെക്കൻ കുറ്റൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ഇയാൾ വീട്ടിൽ പടക്കശേഖരം സൂക്ഷിച്ചതെന്നും ആരാണിത് നൽകിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങളെയും വിശദമായി ചോദ്യം ചെയ്യും. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തി നശിച്ചെന്ന് കരുതിയ സംഭവത്തിലാണ് വമ്പൻ ട്വിസ്റ്റ്. തിരൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഓട്ടോ ഡ്രൈവറായ സിദ്ദിഖിന്റെ വീട് കത്തി നശിച്ചത്. പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തുപോയതാണ് അപകട കാരണമായത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു. ഇതോടെ വീട്ടുടമ തിരൂർ തെക്കൻ കുറ്റൂർ അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദിഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് തീ അണച്ചത്. തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ന്യൂസ് 18 തിരൂർ. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും ആശ്വാസകരമായ വാർത്തയാണിത്. ഇരുവർക്കുമെതിരായ വഞ്ചനാ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടി രൂപ തട്ടിയെടുത്തുന്ന കേസിലാണ് കീഴ്ക്കോടതി നടപടി ഹൈക്കോടതി മരവിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച പ്രതികൾക്കെതിരെ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണെന്നും എറണാകുളം സബ് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ തലയോലപ്പറമ്പ് പോലീസ് ഷംനാദിന്റെ പരാതിയിൽ അകാരണമായി കേസെടുത്ത് മുന്നോട്ടു പോകുകയാണെന്നും ഉന്നയിച്ചാണ് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഹൈക്കോടതിയെ സമീപിച്ചത്. സബ് കോടതി തീർപ്പാക്കുന്നതിന് മുൻപ് തന്നെ അനാവശ്യമായാണ് പോലീസ് അന്വേഷണമെന്നും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി കേസന്വേഷണം സ്റ്റേ ചെയ്തത്. നിർമ്മാതാവ് ഷംനാസിന്റെ പരാതിയെ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസാണ് കേസന്വേഷണവുമായി മുന്നോട്ടു പോയത്. എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി എത്തിയ മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഷംനാസ്. വഞ്ചനയിലൂടെ തന്റെ പക്കൽ നിന്നും 1.9 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് ഷംനാസിന്റെ പരാതി. നിവിൻ പോളിയെ 1-ാം പ്രതിയും എബ്രിഡ് ഷൈനിനെ 2-ാം പ്രതിയുമാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിനാധാരം. മഹാവീര്യർ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 95 ലക്ഷം രൂപയോളം തനിക്ക് കിട്ടാനുണ്ട് എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. എബ്രിഡ് ഷൈൻ നിവിൻ പോളി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിൽ തന്നെ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 1.9 കോടി രൂപ വീണ്ടും കൈപ്പറ്റിയെന്നും ഷംനാസിന്റെ പരാതിയിൽ പറയുന്നു. കരാർ തയ്യാറാക്കിയതിനു ശേഷം മൂവർക്കുമിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായെന്നും ഇതേ തുടർന്ന് ഷംനാസിന്റെ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ മറച്ചുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം വിറ്റുവെന്നുമാണ് ഷംനാസിന്റെ പരാതി.
1.9 കോടി രൂപയുടെ നഷ്ടം തനിക്കുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷംനാസ് പരാതി നൽകിയിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേര് വ്യാജ ഒപ്പിട്ട് സ്വന്തമാക്കിയെന്ന നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവ് PA ഷംനാസിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗമായ ആക്ഷൻ ഹീറോ ബിജു 2വുമായി ബന്ധപ്പെട്ട് 2023 നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ് ഷൈനും തലയോലപ്പറമ്പ് സ്വദേശിയായ ഷംനാസും ഒപ്പിട്ട കരാർ പ്രകാരം സിനിമയുടെ അവകാശങ്ങളെല്ലാം നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു. ഷംനാസ് ഇക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഫിലിം ചേംബറിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കിയെന്നും ഇക്കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഷംനാസിനെതിരെ കേസെടുക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പാലാരിവട്ടം പോലീസാണ് ഷംനാസിനെതിരെ കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ട തുടരുകയാണ്. ഇടുക്കി ബൈസൺ വാലിയിൽ ഏലത്തോട്ടത്തിൽ കുഴിച്ചിട്ട കഞ്ചാവ് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. 2 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെടുത്തത്. മഞ്ചേരി പുല്ലൂരിൽ 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 10 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു. ആസം സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. MDMA കാറിൽ കടത്തിയ സംഘത്തെ മണ്ണാർക്കാട് പോലീസും പിടികൂടി. രാത്രിയിൽ നെല്ലിപ്പുഴയിൽ വെച്ചാണ് 2 യുവാക്കൾ അറസ്റ്റിലായത്. ഇടുക്കി ബൈസൺ വാലിയിൽ ഏലത്തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് 2 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ സ്ഥലം ഉടമ ടീ കമ്പനി സ്വദേശി ഈശ്വരനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ടീ കമ്പനി ബൈസൺ വാലി കുഞ്ചിത്തണ്ണി മേഖലകളിൽ വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇയാൾ സ്ഥിരം കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ആഴ്ചകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അറസ്റ്റ് ചെയ്ത ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് 2 അസം സ്വദേശികൾ പിടിയിലായത്. വിപണിയിൽ 1.5 ലക്ഷത്തോളം വില വരുന്ന 10.753 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. അസമിലെ നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഹുസൈൻ അലി, അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. മാരക മയക്കുമരുന്നുമായി 2 യുവാക്കളെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. മുതുകുർശി സ്വദേശി പള്ളത്ത് ഷബീർ, കരിമ്പ സ്വദേശി പുതിയ പറമ്പിൽ അമൽ ഷാജി എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA പിടികൂടി. രാത്രിയിൽ നെല്ലിപ്പുഴ ഭാഗത്ത് കാറിൽ MDMAയുമായി വരുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുന്നതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയിലുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് തേടിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം. വിചാരണ നീണ്ടുപോവുകയാണെന്ന പരാതിയിലാണ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കണ്ണൂർ പുത്തൂരിലെ CPM പ്രവർത്തകൻ കല്ലായി അനീഷ് കൊലപാതക കേസിൽ കുറ്റാരോപിതനായ 13 BJP പ്രവർത്തകരും കുറ്റക്കാരല്ലെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജ് നിസാർ അഹമ്മദ് കണ്ടെത്തി. CPM നേതൃത്വം പോലീസിന് കൊടുത്ത ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപട്ടിക തയ്യാറാക്കിയതെന്ന് സംഭവ സമയത്ത് തന്നെ ആരോപണമുണ്ടായിരുന്നു. മുൻ മന്ത്രി G. സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M. മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത്. രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതിനായിരുന്നു അധിക്ഷേപം. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അതേസമയം മിഥുന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 13 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ 37കാരൻ അറസ്റ്റിൽ. മാരിയം ബിന്ദു ഭവനിൽ വിപിൻ കുമാറാണ് അറസ്റ്റിലായത്. വെഞ്ഞാറമൂട് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ബസ്സിൽ കയറാനുള്ള തിരക്കിനിടയിൽ പെൺകുട്ടിയെ ശാരീരികമായി ആക്രമിക്കുകയായിരുന്നു.
പാലക്കാട് തിരുമിറ്റക്കോടിൽ കിണറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുമിറ്റക്കോട് ഒഴുവത്ര അടിയത്തെ വീട്ടിൽ 45 വയസ്സുകാരി രമണിയാണ് മരിച്ചത്. രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. മരണകാരണം വ്യക്തമല്ല. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ വ്യാജ വെളിച്ചെണ്ണ വിപണികളിൽ സജീവം. കൊല്ലത്ത് നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ പിടികൂടി വ്യാജ ലേബൽ ഒട്ടിച്ച് വിപണനം നടത്തിവരുന്നതായും കണ്ടെത്തി. കൊട്ടിയം ഉമയനെല്ലൂരിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ 5800 ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടികൂടിയത്. ക്രിമിനൽ സംഘങ്ങളെപ്പോലെ നടുറോഡിലും പൊതുയിടങ്ങളിലും തമ്മിലടിക്കുന്ന വിദ്യാർത്ഥി കൂട്ടം കേരളത്തിലെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരം വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസം ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാട്ടുകാരുടെ കൺമുന്നിലായിരുന്നു. സ്കൂൾ വിട്ട ശേഷം ബസ് കാത്തു നിൽക്കുമ്പോഴാണ് സംഘടിച്ചെത്തിയ 5-അംഗ സംഘം +1 വിദ്യാർത്ഥി നസീബിനെ ക്രൂരമായി മർദ്ദിച്ചത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ചത്. വിദ്യാർത്ഥികൾ പറന്നു രസിക്കട്ടെ എന്നും ജീവിതം ആഘോഷിക്കട്ടെ എന്നുമൊക്കെ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകളിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നുണ്ടോ ആവോ? സ്കൂളിൽ വെച്ച് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിലേ പിള്ളേർ കൈവിട്ടു പോകും കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.